മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി ഇനിയും വീണ്ടും വരുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കേരളത്തിലെ സാമൂഹിക പരിണാമം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും മറച്ചു പിടിക്കുന്നതോ വിസ്മരിക്കപ്പെടുന്നതോ ആയ ഒരു കറുത്ത അധ്യായമാണ് ഊഴിയം വേല. രാജഭരണത്തിന്റെ പകിട്ടിനും സവർണാധിപത്യത്തിന്റെ അഹന്തയ്ക്കും പിന്നിൽ തകർന്നുപോയ ഒരു ജനതയുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ചരിത്ര സത്യമാണ് ഊഴിയം വേല എന്ന് പറയുന്നത്. വിശ്വാസത്തെ ഒരു ചൂഷണോപാധിയാക്കി മാറ്റി ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ മൃഗത്തെക്കാൾ കഷ്ടമായി പരിഗണിച്ചിരുന്ന ഒരു കാലത്തെയാണ് നമ്മൾ ഊഴിയം വേലയുടെ ആ ഒരു ചരിത്ര സത്യവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മൃഗത്തെക്കാൾ മൃഗീയമായിട്ട് കഷ്ടമായിട്ട് പരിണമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഇവിടെ കിടന്നുള്ള കുറെ ആൾക്കാർ പറയാണ് സനാതനി ധർമ്മം എന്ന് പറയുന്നത് ശശികല ചേച്ചിയുടെ ഒക്കെ വർത്താനമാണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് അതിനെ മുറുകെ പിടിക്കണം. ആ ധർമ്മ കാലഘട്ടത്തിലാണ് ചേച്ചി. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജാതിയെ ജാതിയാക്കി മാറ്റിക്കൊണ്ടുള്ള ജാതിയുടെ ഐത്തത്തിന്റെ അകത്ത് നിർത്തിക്കൊണ്ടുള്ള യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഊഴിയം വേല എന്ന് പറയുന്നത് തന്നെ. അത് ചേച്ചി ഒന്ന് മനസ്സിലാക്കുന്ന വളരെ നല്ലതാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇത്തരം ഈ വിടല വർത്താനം പറയത്തില്ല. അതുകൂടെ ചേച്ചി മനസ്സിലാക്കണം. അപ്പൊ ഈ ഊഴിയം വേലയെ പറ്റി പറയുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആരൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്, ആരാണ് ഇത് നിർത്തലാക്കിയത്, നിർത്തലാക്കാൻ വേണ്ടി ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണ്, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഊഴിയം വേല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഊഴിയം വേലയെ പറ്റി പറയുമ്പോഴത്തേനും നമുക്ക് ശരിക്കും ചരിത്രകാരന്മാർക്ക് പിന്നാലെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഊഴിയം വേലയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ജന്മപാപത്തിന്റെ പ്രായശ്ചിത്തം എന്ന രീതിയിലാണ് അവർണരായവർ ഊഴിയം വേല ചെയ്യേണ്ടി വരുന്നതെന്നാണ് കരുതി പോകുന്നത്. കീഴ്ജാതിക്കാരൻ അവരുടെ ജീവിതകാലം മുഴുവൻ പ്രതിഫലമില്ലാതെ സവർണർക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുത്താൽ മാത്രമേ കീഴ്ജാതിക്കാരായി ജനിച്ചുപോയ ജന്മപാപത്തിൽ നിന്നും ഇവർക്ക് മുക്തി നേടാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിപ്പിച്ചിരുന്നു. അവർണരായി ജനിച്ച പാപത്തിൽ നിന്നും മോചനം നേടാൻ മറ്റൊരു മാർഗവുമില്ലാതെ കഴിയുമ്പോൾ ജന്മപാപത്തിന്റെ കഷ്ടപ്പാടുകൾ എത്ര കഠിനമായാലും അത് അനുഭവിച്ചേ മതിയാവൂ എന്ന ചിന്തയിൽ ഏഴജാതിക്കാർ സവർണർക്ക് വേണ്ടി എന്ത് കഠിനമായ ജോലികളും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായി തീരുന്നു. പ്രതിഫലമില്ലാതെ പണിയെടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മുൻജന്മ പാപം എന്നൊക്കെ പറഞ്ഞ് അവർണരെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നത്. ആവശ്യത്തിന് ആഹാരം നൽകാതെ കൂലിയോ വേതനമോ നൽകാതെ നിർബന്ധിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന ക്രൂരത ഭയാനകമായിരുന്നല്ലോ. തിരുവിതാംകൂറിലുള്ള ബ്രാഹ്മണ ഇല്ലങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും സർക്കാർ വക കെട്ടിടങ്ങളുടെയും പണിക്കാവശ്യമായ കല്ലും മണ്ണും മരവും മറ്റ് സാമഗ്രികളും ചുവന്നുകൊണ്ട് വന്നതും മറ്റു വിധത്തിലുള്ള പണികളും ചെയ്തിരുന്നതും ഊഴിയം വേലയിലൂടെ കീഴ്ജാതിക്കാരാകുന്ന ജനവിഭാഗങ്ങളായിരുന്നു. രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന റോഡുകളും തോടുകളും അണക്കെട്ടുകളും കോട്ടകളും തുടങ്ങി എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് ഊഴിയം വേല ചെയ്യുന്ന അവശ്യ ജനവിഭാഗങ്ങളാണ്. എന്നാൽ അവയുടെയൊക്കെയും പേരും മഹിമയും രാജാക്കന്മാർക്കും ജന്മിമാർക്കും മേലാളന്മാർക്കും മാത്രമായിരുന്നു. എങ്ങനെയുണ്ട്? ഓരോ റോഡ് പണി തീരുമ്പോഴും ഓരോന്ന് തീരുമ്പോഴും അപ്പൊ രാജാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും പേരുകൾ അവിടെ കൊത്തിവെച്ച് ശിലാസ്ഥലങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം: 10 പൈസ കൊടുക്കാതെ മുൻജന്മ പാപം എന്ന രീതിയിൽ അവശ്യരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിച്ച് കാശ് പോലും കൊടുക്കാതെ ഈ മുൻജന്മ പാപത്തിൽ നിന്ന് ഒരു മോക്ഷം എന്ന രീതിയിലായിരുന്നു ഈ വേല ചെയ്യിച്ചുകൊണ്ടിരുന്നത്. കാരണം മനുഷ്യത്വം മരവിച്ചു പോയ ഒരു കാലഘട്ടത്തിന്റെ നേർചിത്രമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ട ഊഴിയം വേല എന്ന് പറയുന്നത്. ജന്മപാപം എന്ന സങ്കല്പത്തെ കീഴ്ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ആ പാപത്തിൽ നിന്നുള്ള മുക്തി എന്ന വ്യാജേന അവരെ
സൗജന്യ വേലക്കാരാക്കി മാറ്റിയ ക്രൂരമായിട്ടുള്ള തന്ത്രമായിരുന്നു ഊഴിയം വേല. അപ്പൊ നിങ്ങൾക്ക് ഊഴിയം വേല എന്താന്ന് മനസ്സിലായല്ലോ. ആ മുൻജന്മ പാപം എന്ന് പറയുന്ന അതിനെ അടിച്ചിരുത്തി നാശമാക്കി നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഒരു മനുഷ്യനെ അധപ്പതിപ്പിച്ചിട്ടിട്ട് അതിൽ നിന്ന് നിനക്ക് ആ പാപത്തിൽ നിന്നുള്ള മുക്തി, അതിനെയായിരുന്നു ഈ ക്രൂരമായിട്ടുള്ള വേലയ്ക്ക് വെച്ചിരുന്നത്. അത് ചിന്തിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ്. ഇനി തിരുവിതാംകൂറില് സംഭവിച്ചെന്താണെന്നൊന്ന് നോക്കാം. തിരുവിതാംകൂറിലെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിൽ നിർണായകമായ ഒന്നായിരുന്നു ഊഴിയം വേലയിൽ നിന്നുള്ള മോചനം. ജാതി വ്യവസ്ഥയുടെയും മതവിശ്വാസങ്ങളുടെയും പേരിൽ മനുഷ്യരെ അടിമകളാക്കി മാറ്റിയിരുന്ന ആ കാലഘട്ടത്തിൽ ആദ്യമായി ഒരു വിഭാഗത്തിന് ഔദ്യോഗികമായി ഈ ക്രൂരതയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നത് കേണൽ മൺട്രോയുടെ ഇടപെടലിലൂടെയാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ നിർബന്ധിത വേലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് 1815 പുറപ്പെടുവിച്ച രാജകൽപ്പന കേവലം ഒരു നിയമനിർമ്മാണമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി അനുഭവിച്ചു പോകുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള ആദ്യത്തെ ഔദ്യോഗിക പ്രതിരോധം കൂടിയായിരുന്നു. ആ ചരിത്രപരമായ മാറ്റത്തിന്റെ നാൾവഴികളിലേക്കാണ് ഈ വിവരണം വിരൽ ചൂണ്ടുന്നത്. ഏത് വിവരണം? ഇനി നമ്മൾ കാണാൻ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ട് ഇരുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളത്. കാരണം ഇതിനും മാറ്റം വന്നത് കേണൽ മൺട്രോയാണ്. കേണൽ മൺട്രോയുടെ ആ ഒരു ഇടപെടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള, അതുകൊണ്ടാണ് ഈ ചരിത്രകാരന്മാരൊക്കെ കേണൽ മൺട്രോയെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറയുമ്പോഴും ചരിത്രത്തിന്റെ ABCD ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർ കിടന്നുകൊണ്ട് കേണൽ മൺട്രോയെ പോലുള്ള മിഷണറിമാരെ പല രീതിയിൽ മോശമാക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഊഴിയവേലയിൽ നിന്നും ക്രിസ്ത്യാനികൾക്കുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കണ്ടേ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഇതേ മനസ്സിലാക്കിക്കോ. ക്ഷേത്രങ്ങളിൽ ഊഴിയം വേല ചെയ്യുന്നതിൽ നിന്ന് സുറിയാനി ക്രിസ്ത്യാനികളെയും മറ്റ് ക്രിസ്ത്യാനികളെയും ഒഴിവാക്കുന്നതിന് ജോൺ മൺട്രോ 1815 നടപടി സ്വീകരിച്ചിരുന്നു. 1815 ഡിസംബർ 12 ക്രിസ്ത്യാനികളുടെ ഊഴിയം വേല നിർത്തൽ ചെയ്തുകൊണ്ട് കേണൽ മൺട്രോ കൽപ്പന പുറപ്പെടുവിച്ചു. മാപ്പിളമാരും മാർഗക്കാരും ക്ഷേത്രങ്ങൾക്കും ഊട്ടുപുരകൾക്കും മുറജപത്തിനും ചെയ്തു വന്നിരുന്ന ഊഴിയം വേലയിൽ നിന്നും മേലിൽ അവരെ ഒഴിവാക്കിയിരിക്കുന്നു. റാണി ഗൗരി പാർവതി ഭായിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഇത്തരമൊരു കൽപ്പന കേണൽ മൺട്രോ പുറപ്പെടുവിച്ചത്. രാജകൽപ്പന ഉണ്ടായെങ്കിലും ഊഴിയം വേല പിന്നെയും തുടർന്നു. ഹൈന്ദവ പ്രമാണിമാർ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ക്രിസ്ത്യാനികളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിച്ചിരുന്നു. ഇത് ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ടാണേ നമുക്കിത് പുറത്തേക്ക് പറയാൻ പറ്റുന്നത്. ഓട്ടുമല റോബിൻസൺ എഴുതിയ കേണൽ ജോൺ മൺട്രോ തിരുവിതാംകൂറിന്റെ നവീകരണ ശില്പി എന്ന് പറയുന്ന പുസ്തകം മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ച് നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഞങ്ങൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഞങ്ങളെ തെറി പറയാൻ വരുന്ന, എന്നെ അനിൽ ബ്രദറിനെയൊക്കെ തെറി പറയാൻ വരുന്ന സംഘി സനാതനികളോട് തന്നെയാണ് ഈ പറയുന്നത്. വേറെ ആരോടും അല്ല പറയുന്നത്. നിങ്ങളെ സംഘീന്ന് വിളിച്ചു, സനാതനിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്ന പച്ചത്തെറികൾക്ക് ഞങ്ങൾ തിരിച്ചൊന്ന് സംഘീന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സനാതനി എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യം എന്തുവാ? ചെറിയ എഴുത്തൊന്നും അല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് എഴുതി വിടുന്നത്. ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ തെറി പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വളരെ സന്തോഷമാണ്. കാരണം നിങ്ങളുടെ ഓരോ തെറിയാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോയും ഫേസ്ബുക്കിലെ അടുത്ത പോസ്റ്റും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തെറിവിളി ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച്, നിങ്ങൾ മിഷണറിമാർക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ തെളിവുകൾ മുമ്പിലേക്ക് വെക്കുന്നു. ഞങ്ങൾക്ക് തിരിച്ച് തെറി പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ചരിത്രങ്ങൾ അങ്ങോട്ട് തന്നാൽ മാത്രം മതിയല്ലോ. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അധികാര ശക്തികൾ ഒരു വശത്ത് മാറ്റത്തിനായിട്ട് ശ്രമിക്കുമ്പോഴും മറുവശത്ത് ജാതീയമായ മേൽക്കോയ്മയും പാരമ്പര്യവും എങ്ങനെയാണ് നീതിയെ തടഞ്ഞു നിർത്തിയത് എന്നുള്ള ചരിത്രമൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മനസ്സിലായല്ലോ? കേരളത്തിലെ കാർഷിക ചരിത്രം കേവലം വിളവെടുപ്പിൻ്റെത് മാത്രമല്ല, മറിച്ച് ചോര നീരാക്കിയ അടിമത്തത്തിൻ്റെതു കൂടിയാണ്. ചോര നീരാക്കിയ അടിമത്തം എന്നൂടെ മനസ്സിലാക്കണം. സ്വന്തമായി കൃഷിഭൂമി ഉണ്ടെന്ന വ്യാജേന
ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട കർഷകരെ എങ്ങനെയെല്ലാം നിയമപരമായും സാമൂഹികപരമായും തളച്ചിട്ടിരുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. പകൽ മുഴുവനും മേലാളന്മാർക്കായിട്ട് സൗജന്യ സേവനം എന്ന് വെച്ചാൽ ഊഴിയം വേല ചെയ്യണം. സ്വന്തം വയറ് നിറയ്ക്കാൻ വേണ്ടി പിന്നെന്ത് ചെയ്യണം? രാത്രിയിലെ നിലാവെളിച്ചത്തിൽ മണ്ണിൽ പണിയെടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യായസ് മുഴുവനും അധ്വാനിച്ചിട്ടും ദാരിദ്ര്യം മാത്രം ബാക്കിയ ഒരു കാലഘട്ടത്തിലേക്ക് വെളിച്ചം വന്നത് ക്രൈസ്തവ മിഷണന്മാരുടെ സംഭാവനയാണ്. വേറെ എന്തു പറയാനുണ്ട്? നിങ്ങൾ പകല് മുഴുവനും 10 പൈസ കൊടുക്കാതെ കിടന്നുകൊണ്ട് ഊഴിയം വേല ചെയ്യിക്കുകയാണ്. ഇനി ഊഴിയം വേല ചെയ്യുന്ന ചാന്നാറുകാർക്കിടയിലുള്ള മാറ്റം നോക്കാം. ഊഴിയം വേല ചെയ്യുന്ന ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് കൃഷിഭൂമികളിൽ സ്വന്തമായി കൃഷി ചെയ്യുവാൻ അനുവദിച്ചിരുന്നു. എന്നാൽ വിളഭൂമികളിൽ യാതൊരുവിധ ഉടമസ്ഥാവകാശവും ഇവർക്കില്ലായിരുന്നു. ഇവർ പകൽ സമയങ്ങളിൽ ബ്രാഹ്മണരുടെയും ക്ഷേത്രങ്ങളിലെയും സവർണ മേധാവികളുടെയും ജോലികൾ ചെയ്തു തീർത്ത ശേഷം രാത്രികാലങ്ങളിൽ നിലാവെളിച്ചത്തിൽ മാത്രം ഇത്തരം വിളഭൂമികളിൽ ജോലി ചെയ്യുവാൻ അനുവദിച്ചിരുന്നുള്ളൂ. ഇങ്ങനെ അധ്വാനിച്ച് കൃഷി ചെയ്യുന്ന വിളഭൂമികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ 1/3 ജന്മിക്കരമായി കൊടുക്കണം. 1/3 അടുത്ത കൃഷി ചെലവുകൾക്കായി മാറ്റിവെക്കണം. ബാക്കി വരുന്ന 1/3 ഭാഗം മാത്രമേ ഇവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇവരുടെ ചെലവുകൾക്കായി മാറ്റിവെക്കുന്ന 1/1 ഭാഗത്തിൽ നിന്നും അന്ന് നിലവിലുണ്ടായിരുന്ന 317 തരം നികുതികൾക്ക് വേണ്ടി കൊടുക്കുകയും മറ്റു ചെലവുകൾ വഹിക്കുകയും ചെയ്യേണ്ടതായി വന്നു. ചുരുക്കം പറഞ്ഞാല് അധ്വാനം കർഷകന്റേതും ആദായം ജന്മിയുടേതും എന്ന വ്യവസ്ഥിതി തലമുറകളോളം ദാരിദ്ര്യത്തിലും അടിമത്തത്തിലും ഒരു ജനതയെ തളച്ചിടാൻ ഭരണകൂടവും ജന്മിത്വവും എങ്ങനെ ഒത്തുകളിച്ചു എന്നുള്ളതിന്റെ ചരിത്ര സത്യമാണിത്. മനസ്സിലായോ? ഒരു ചരിത്ര സത്യമാണ് ഈ വിളിച്ചു പറയുന്നത്. അധ്വാനം കർഷകന്റേതാണ്, ആദായം ആരുടെ? ജന്മിയുടേത്. ചരിത്ര രേഖകൾ പലപ്പോഴും ഭരണാധികാരികളുടെ വിജയഗാഥകളായിട്ടാണ് പാടിയിട്ടുള്ളത്. എന്നാൽ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നടന്ന അഴിമതിയുടെയും ക്രൂരതയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നതാണ് പല വിദേശ മിഷണന്മാരും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇങ്ങനെ പുസ്തകം ഉണ്ടോ, ഈ പുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ പോയത് പരിശോധിക്കണമെന്നേ. അല്ലാതെ വെറുതെ കിടന്നുകൊണ്ട് യൂട്യൂബിന്റെ ഒക്കെ താഴെ കിടന്നുകൊണ്ട് കമന്റ് ഇടാൻ വരുമ്പോൾ നീയൊക്കെ പോയി ഇതൊന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെ 4 എഴുതിയാൽ മതിയല്ലോ. കഴിഞ്ഞ ദിവസം ഒരു രഞ്ജിത്ത് തത്വസി എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിയെ അനിൽ ബ്രദറുമായിട്ടുള്ള ഒരു സംവാദത്തിന് പുള്ളി തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടു. ഞാൻ വിളിച്ചു, സാക്ഷിയുടെ ഭാഗമായിട്ട്, സാക്ഷി അപ്പോളജി നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് വിളിച്ചപ്പോഴത്തേനും പുള്ളി പറയാ, സംവാദത്തിനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ എഴുതിയിടും. വർഷങ്ങളായിട്ട് തുടങ്ങിയ കലാപരിപാടിയാണ്. പുള്ളി പറയാം എനിക്ക് പണിയുണ്ട്, ജോലിയുണ്ട്. എന്നാൽ 24 മണിക്കൂറും പുള്ളി ഫേസ്ബുക്കിൽ ഇത് എഴുതിയിടുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ പുള്ളിയോട് എന്നാൽ നിങ്ങൾ പറയുന്ന ഇത് എഴുതിയിടുന്നത് സത്യസന്ധമായിട്ടുള്ള ഈ വിഷയമായിട്ട് നമുക്ക് പരസ്യവേദിയിൽ ഒരു സംവാദത്തിനുവാ, അതൊന്നും പറ്റൂല. ഇത്രേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇസ്ലാമിന്റെ കാര്യം ഇതൊക്കെ തന്നെയുള്ളൂ. സംവാദത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ 100 കൂട്ടം ഒഴിവായി പോകേണ്ട രീതിയിലുള്ള ചില കാര്യങ്ങൾ എഴുതിവിടും. ഇതാണ് ഇവരുടെ ഒരു പരിപാടി. അപ്പൊ തിരുവിതാംകൂറിലെ അന്നത്തെ ഭരണ സംവിധാനം എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്ന് തുറന്നു കാട്ടുന്ന ഒന്നാണ് 1818 കേണൽ മൺറോ മദ്രാസ് ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ട്. ഒരു വിദേശ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കണ്ട കാഴ്ചകള് ഭരണകൂടത്തിന്റെ നിസ്സംഗതയും സാധാരണക്കാരനോട് കാണിച്ചിരുന്ന ക്രൂരതയും അക്കമിട്ട് നിരത്തുന്നതാ. നീതി മരവിച്ചു പോയ ഒരു കാലഘട്ടത്തിലേക്ക് തുറന്നു വെച്ച ചില കണ്ണാടികളുണ്ട്. മനസ്സിലായ? നീതി മരവിച്ചുപോയി. അവിടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് തുറന്നു വെച്ച ഒരു കണ്ണാടി പോലെ ചില ചരിത്ര രേഖകളുണ്ട്. അതൊക്കെ നോക്കാം. തിരുവിതാംകൂറിൽ ഇത്തരത്തിലുള്ള കിരാതമായ ഭരണ സമ്പ്രദായത്തെ കുറിച്ച് പ്രസിഡന്റ് ആയിരുന്ന കേണൽ മൺറോ 1818 മദ്രാസ് ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇവിടുത്തെ
അവസ്ഥകളുടെ ഭീകരത വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇവിടുത്തെ ഭരണരംഗം നടക്കുന്ന തോന്നിയവാസത്തെ പറ്റിയോ തെമ്മാടിത്തരത്തെ പറ്റിയോ അഴിമതിയെ പറ്റിയോ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. എല്ലാത്തരം വൃത്തികേടുകളും താന്തോന്നിത്തരങ്ങളും ക്രൂരതകളും അയോഗ്യതകളും നിർബാധം തുടരുന്നു. മാനവികതയുടെയോ ദയയുടെയോ നീതിയുടെയോ കാര്യത്തിൽ സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, അയോഗ്യരായിട്ടുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും നിർബാധം നടത്തുന്ന ക്രൂരതകൾ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത സാഹചര്യം ഈ കേരളത്തിൽ തിരുവനന്തപുരം പപ്പനാഭന്റെ മണ്ണെന്ന് പറയുന്നിടത്ത് നിലനിന്നിരുന്നു. ചേച്ചിക്ക് ഇത് വല്ലതും മനസ്സിലാവുമോ? ചേച്ചി കണ്ണു തുറക്കുമ്പോൾ കാണുന്ന മിഷണറി ചെയ്ത സംഭാവനയാണ്. അപ്പൊ തന്നെ മിഷണറിമാരെ പറ്റി 4 അപവാദം അങ്ങ് പറഞ്ഞു വിടുക. അതൊരു സന്തോഷമാണ്. തൃപ്തിയായി ഗോപിയേട്ടാ, തൃപ്തിയായി എന്ന് പറഞ്ഞ കണക്കാണ്. ശരിയല്ലേ? എന്റെ പൊന്നു ചേച്ചിയെ സമ്മതിച്ചേ പറ്റൂ. മാനുഷിക മൂല്യങ്ങൾക്ക് പോലും യാതൊരുവിധ രീതിയിലും വില കൽപ്പിക്കാത്ത ഒരു ഇരുണ്ട യുഗത്തെ പറ്റി കേണൽ മൺട്രോ ഈ റിപ്പോർട്ടിലൂടെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചത്. ഇങ്ങനെയൊക്കെ തുറന്നു കാണിക്കുമ്പോഴത്തേന് ചേച്ചിക്കൊക്കെ സഹിക്കുവോ? എവിടെ സഹിക്കാനാ? ശരിയല്ലേ? ചേച്ചി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതല്ല, പോരാടി നേടിയെടുക്കുന്നതാണെന്ന വലിയ പാഠമാണ് ഊഴിയവേലയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ ചേച്ചി? പോരാടി നേടിയതാ. നിങ്ങളിപ്പം ഞെളിഞ്ഞിരുന്നോണ്ട് ഞങ്ങളെ പറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ പറ്റി ക്രൈസ്തവ മുസ്ലിംമാരെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമ്പോഴത്തേനും ഒരു കാര്യം ചിന്തിച്ചോ, നിങ്ങൾക്ക് ഞെളിഞ്ഞിരിക്കാൻ വേണ്ടിയും നിങ്ങളുടെ പൂർവികര് നേടിയെടുക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം പോരാടി നേടിയെടുക്കാൻ വേണ്ടി അവർക്ക് ശക്തി പകർന്നു കൊടുത്തത് ക്രൈസ്തവ മുസ്ലിംമാരാ, അല്ല നിങ്ങളെ ആൾക്കാരൊന്നും അല്ല. നിങ്ങൾ പിന്നെ നേടി കസേര ഞെളിഞ്ഞിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തള്ളുന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുമില്ല. നിയമപരമായ സംരക്ഷണം നൽകാൻ ശ്രമിച്ചിട്ടും നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതി അതിനെ എത്രത്തോളം ഭീകരമായിട്ടാണ് പ്രതിരോധിച്ചതെന്നത് പല സാക്ഷ്യങ്ങളും ഉണ്ട്. വിശ്വാസത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പേരില് അധ്വാനം നിഷേധിക്കപ്പെട്ടവർക്ക് നേരിടേണ്ടി വന്നത് ആനയുടെ കാലിൽ കെട്ടിവലിക്കുന്നത് പോലെയുള്ള പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികളായിരുന്നു. ആനയുടെ കാലിലോട്ട് കെട്ടിയിട്ടിട്ട് വലിക്കും. മാനുഷിക അന്തസ്സിനായിട്ട് പോലും നിലകൊണ്ട ഒരു ജനതയുടെ ചോരയും കണ്ണീരും കലർന്ന സമര ചരിത്രങ്ങൾ പലതും ഈ ഭാരതത്തിലുണ്ട് ചേച്ചി. അത്തരം സമര ചരിത്രത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെയും കാണാം ക്രൈസ്തവ മിഷന്മാര്. ഇത് കേണൽ മൺട്രോയെ പറ്റിയേ പറയാനുള്ളൂ. ജാക്കറ്റ് ഇടാനൊക്കെ മിഷണറി ജാക്കറ്റ് കൊണ്ടുപോയി തന്ന കേണൽ മൺട്രോയെ പറ്റി ചേച്ചി കുറച്ച് കേൾക്കണം. മനസ്സിലായോ? അപ്പൊ ഊഴിയം വേലയുടെ സംഭവം നമുക്ക് നോക്കാം. ഊഴിയം വേല നിരോധിക്കുന്നതിന് കേണൽ മൺട്രോയുടെ നീതിബോധവും സ്വാധീനവും വളരെ ശ്രദ്ധേയമായിരുന്നു. ഊഴിയം വേല നിരോധിക്കാൻ കേണൽ മൺട്രോ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും ഊഴിയം വേല ഭാഗികമായി മാത്രമേ നിരോധിക്കപ്പെട്ടുള്ളൂ. ഊഴിയം വേലയ്ക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളും തന്മൂലമുണ്ടായ പീഡനങ്ങളും ദുരിതങ്ങളും വളരെ വേദനാജനകമായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ സാധുജനങ്ങൾ ഗവൺമെന്റ് വേല ഉപേക്ഷിച്ചതിനാൽ ആനയുടെ കാലിൽ കെട്ടി ആനയെ കൊണ്ട് ഉപദ്രവിപ്പിച്ചു. ആറ്റൂർ, പിലിപ്പനം, പാറശാങ്ങിയ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളുടെ വീടുകൾ തീവെച്ച് നശിപ്പിക്കുകയും അനേകം ആളുകളെ ജയിലിലടക്കുകയും ചെയ്തു. ഇന്ന് പലരും അനുഭവിക്കുന്ന പല അവകാശങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുൻഗാമികൾ അനുഭവിച്ച ഇത്തരം കൊടും ക്രൂരതകളുടെയും അവർ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെയും ഫലമാണെന്നുള്ള ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അധികാരത്തിന്റെ ഉരുക്കുമുഷ്ടികൾക്ക് മുന്നിൽ പതറാതെ നിന്ന ഒരു ജനതയുടെ ആത്മവീര്യത്തെയാണ് ഈ വായിച്ച് നിങ്ങളിപ്പോൾ കേട്ടത്, നിങ്ങൾ സ്ക്രീനിൽ കണ്ടത് അടയാളപ്പെടുത്തിയത്. അത് നിങ്ങൾക്ക് ഈ പോരാട്ടത്തിന് ഒരു വീര്യം പകർന്നത് ക്രൈസ്തവ മുസ്ലിംമാരാ, അല്ലാതെ വേറെ ആരുമല്ല. അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മവീര്യം അധികാരത്തിന്റെ ധിക്കാരത്തോട് നേർക്ക് നേരെ ഏറ്റുമുട്ടിയ രക്തരൂക്ഷിതമായിട്ട് ഒരു ചരിത്ര സാക്ഷ്യമാണ്. പിന്നെ 1818 കണ്ണൂരിൽ നടന്ന ഒരു സംഭവം കേവലം ഒരു തൊഴിൽ തർക്കമല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകളിൽ
ഒന്നാണ്. വേറെ ഒന്നല്ല, ഞായറാഴ്ചകളില് ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടും അവരെ കൊണ്ട് നിർബന്ധപൂർവം പണിയെടുപ്പിച്ച് ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ച പ്രമാണിമാർക്ക് നാടാർ സമുദായം നൽകിയ തിരിച്ചടിയും അതിനെ തുടർന്നുണ്ടായ ദാരുണമായിട്ടുള്ള അടിച്ചമർത്തലുകളും കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തില് ഇപ്പോഴും മായാത്ത മുറിവുകളായിട്ട് അവശേഷിക്കുകയാണ്. ചേച്ചിയൊക്കെ ഇങ്ങനെ കസേര ഞെളിഞ്ഞിരുന്ന് പറയുമ്പോഴേ പോരാടി നേടിയിട്ടുള്ള ചില വിജയങ്ങളുണ്ട് ചേച്ചി, അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. 1818 കണ്ണന്നൂരില് നടന്ന ഒരു സംഭവം കേവലം ഒരു തൊഴിൽ തർക്കമല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സിന് അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകളിൽ ഒന്നാണ്. ഞായറാഴ്ചകളിൽ ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ട് അവരെ കൊണ്ട് നിർബന്ധപൂർവം പണിയെടുപ്പിച്ച് ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ച പ്രമാണിമാർക്ക് നാടാർ സമുദായം നൽകിയ തിരിച്ചടിയും അതിനെ തുടർന്നുണ്ടായ ദാരുണമായിട്ടുള്ള അടിച്ചമർത്തലുകളും കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇന്നും മായാതെ മുറിവുകളായിട്ട് ഇന്ന് അവശേഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താ സംഭവം? ഇത് തന്നെയാ സംഭവം. ആറ്റൂരിനടുത്ത് കണ്ണന്നൂരിൽ നടന്ന മറ്റൊരു സംഭവം വളരെ വികൃതമാണ്. അടിമവേലയിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഒഴിവാക്കിയിരുന്ന ഞായറാഴ്ചകളിലും നിർബന്ധപൂർവം ജോലി ചെയ്യിപ്പിച്ച് ആനന്ദമടയുക നായർ പ്രമാണിമാരുടെ പതിവ് വിനോദമായിരുന്നു. 1818 ഡിസംബർ 21 ഞായറാഴ്ച ജോലി ചെയ്യാൻ വിസമ്മതിച്ചുവെന്നറിഞ്ഞ നാടാന്മാരെ കൊണ്ട് ജോലി ചെയ്യുവാൻ സ്ഥലത്തെ നായർ പ്രമാണി ഈശ്വരപിള്ളയും കൂട്ടരും കണ്ണന്നൂരിലെത്തി. അവിടെ നിന്നും പത്മനാഭപുരം കൊട്ടാരത്തിലെ ആനകൾക്ക് ഓല ചുമന്നുകൊണ്ടുപോയി കൊടുക്കുവാൻ നാടാന്മാരോട് ആവശ്യപ്പെട്ടു. ഗത്യന്തരമില്ലാതെ രണ്ടുപേർ ഓല ചുമന്നുകൊണ്ട് പോകുമ്പോൾ നാടാർ സമുദായത്തിലെ ഇശക്കിമാടന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നാടാന്മാർ അവിടെ എത്തി അത് തടഞ്ഞു. ഈശ്വരപിള്ളയെ തിരിച്ചയച്ചു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായർ പ്രമാണിയുടെ തലയിൽ ഓല വെച്ചു കൊടുത്ത് അത് കണ്ണന്നൂരിലെ തച്ചൻവിളയിലേക്ക് മടക്കി അയച്ചു. അതിനെ തുടർന്ന് അതിക്രൂരമായ നരനായാട്ടാണ് പിന്നെ അവിടെ സംഭവിച്ചത്. നരനായാട്ടിലും തുടർന്നുണ്ടായ അക്രമങ്ങളിലും നൂറുകണക്കിന് ക്രിസ്ത്യാനികളുടെ കിടപ്പാടം നഷ്ടപ്പെടുകയും പലരും അതിക്രൂരമായ മർദ്ദനമേറ്റ് തെരുവിലായി. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞതൊക്കെ കേവലം ഭൂതകാലത്തിന്റെ ഒരു കഥയല്ല, മറിച്ച് ഇന്നും മനുഷ്യർ അനുഭവിക്കുന്ന മനുഷ്യാവകാശങ്ങൾക്കായിട്ട് പൂർവികർ എത്രമാത്രം വലിയ ത്യാഗങ്ങൾ സഹിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. ആത്മവിശ്വാസത്തോടെ അധികാരത്തോട് വിസമ്മതം പ്രകടിപ്പിച്ച ആ മനുഷ്യരുടെ പോരാട്ട വീര്യത്തെ നമ്മൾ എപ്പോഴും ഒന്ന് ആദരിക്കണം. ചരിത്രം പലപ്പോഴും യുദ്ധക്കളത്തിലെ പുരുഷന്മാരുടെ വീരകഥകൾ മാത്രം പാടി നടക്കുമ്പോഴ് അണിയറയില് ചില വിപ്ലവകാരികളായിട്ടുള്ള സ്ത്രീജനങ്ങളും ഉണ്ടായിരുന്നു. ശകുന്തളാദേവിയെ പോലുള്ള സ്ത്രീകളെ നിങ്ങൾക്കറിയാവോ? അതെന്ന് വെച്ചാൽ തിരുവിതാംകൂറില് ജാതീയമായ അടിച്ചമർത്തലുകള്, ഊഴിയം വേല എന്ന അടിമത്തത്തിനുമെതിരെ നടന്ന പോരാട്ടങ്ങളില് ഏറ്റവും രൂക്ഷിതമായിട്ടുള്ള ഒരു അധ്യായമാണ് കണ്ണന്നൂരിലെ ഓല വിപ്ലവം എന്ന് പറയും. ആൺതരികളെല്ലാം വേട്ടയാടപ്പെട്ടപ്പോഴ് തന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ വാളെടുക്കുകയും ഒടുവിലെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത ഒരു വിപ്ലവ നായികയാണ് ആര്? ശകുന്തളാദേവി എന്ന് പറഞ്ഞ. ഈ ശകുന്തളാദേവിയുടെ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ചേച്ചി ഇപ്പൊ ഇരുന്നുകൊണ്ട് ഈ വർഗീയത കിടന്നുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ മിഷണറിമാർക്കെതിരെ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുമ്പോഴത്തേനും ചിന്തിച്ചോണം ശകുന്തളാദേവിയെ പോലുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളത്. അതൊരു ഉജ്ജ്വല സ്മരണകൾ തന്നെയാണ്. അപ്പൊ ഈ ഓല വിപ്ലവം എന്താണെന്ന് അറിയണ്ടേ? ഓല വിപ്ലവത്തിന്റെ 2ാം ദിവസം ഡിസംബർ 23 നായർ പ്രമാണിമാരുടെ നരനായാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ നാട്ടിലെ നാടാർ ആൺതരികളെല്ലാം ഒളിവിൽ പോയിരുന്ന തക്കത്തിന് സന്ധ്യ മയങ്ങിയ നേരം നായർ പോലീസുകാർ തച്ചൻവിള കുടുംബത്തിൽ ഒരു ആക്രമണം നടത്തി. ഒരു ആൺതരി പോലും അവിടെ ഉണ്ടാവില്ലെന്ന ധൈര്യത്തിൽ തന്നെയാണ് അവർ അതിന് തയ്യാറായത്. കുടുംബനായികയായ ശകുന്തളാദേവി
ഒരു ക്രിസ്ത്യാനി ആയപ്പോൾ യേശുവടിയാൾ എന്ന പേരാണ് അവർ സ്വീകരിച്ചിരുന്നത്. കുട്ടികളെയെല്ലാം നിശബ്ദമായി ഒരു മുറിയിൽ കൊണ്ടുപോയി അടച്ചുപൂട്ടിയിട്ട് പ്രതിരോധത്തിന് എത്തി. അക്രമികൾ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തു കടന്നു. കുട്ടികളിൽ നിന്നും അക്രമികളുടെ ശ്രദ്ധ തിരിക്കാനും അവരുടെ സുരക്ഷിതത്വത്തിനുമായി ശകുന്തളാദേവി മുന്നോട്ട് വന്നു. ഒരു പോലീസുകാരൻ അവരുടെ വസ്ത്രത്തിന് കടന്നു പിടിച്ചു. ശകുന്തള ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഉടവാൾ വലിച്ചെടുത്ത് ആഞ്ഞു വീശി. ചില പോലീസുകാർക്ക് പരിക്കേറ്റു. തുടർന്ന് ഏതാനും നിമിഷങ്ങൾ പരസ്പരം മത്സരം തന്നെ നടന്നു. കുറെ കഴിഞ്ഞ് അവർ അവശയായപ്പോൾ പോലീസുകാർ അവരെ പിടിച്ചു, വിലങ്ങു വെച്ചു. എന്നിട്ട് ഒരു കുതിരയുടെ കാലുമായി ബന്ധിച്ച് അവരെ വലിച്ചിഴച്ച് നടത്തിക്കൊണ്ടുപോയി. പിന്നീട് കുഴഞ്ഞു വീണപ്പോൾ തെരുവിലൂടെ വലിച്ചിഴച്ച് അങ്ങനെ മരുതൂർ കുറിച്ചി വരെ ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരം അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. വഴിനീളെ പീഡനങ്ങളും ആക്ഷേപങ്ങളും വാരിച്ചൊരിയായിരുന്നു. അവസാനം ഒരു പ്ലാവിൽ അവരെ തലകീഴായി കെട്ടിത്തൂക്കി. അങ്ങനെ ഊഴിയത്തിനെതിരായി പടപൊരുതിയ തന്റെ ധീര സഹോദരന്മാരുടെ നിത്യവിമോചനത്തിനായി ആ വീരാംഗന തന്റെ പ്രാണൻ സമർപ്പിച്ചു. എങ്ങനെയുണ്ട് ചേച്ചി? ഒരു ഓല വിപ്ലവം കാരണം ഉണ്ടായത് ഒരു ധീര രക്തസാക്ഷിയാണ്. മതപരിവർത്തനത്തിന് ശേഷം യേശുവടിയാൾ എന്ന പേര് സ്വീകരിച്ച അവർ ആത്മീയമായ കരുത്തോടും സാമൂഹികമായ ബോധത്തോടും കൂടിയാണ് അനീതിയെ നേരിട്ടത്. ഇങ്ങനൊരു ചരിത്ര കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മണ്ണ് എത്രമാത്രം രക്തസാക്ഷികളാൽ പവിത്രമാണെന്നും ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള എത്രയോ വീരാംഗനമാരുടെ വിയർപ്പും ചോരയുണ്ടെന്നും ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ചേച്ചിക്ക് കസേരയിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം തന്നതും ഇവരൊക്കെ തന്നെയാണ്. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ ശ്രമിച്ച ഒരു മനുഷ്യരുടെ ചോര വീണ ചരിത്രമാണ് തെക്കൻ തിരുവിതാംകൂറിലുള്ളത്. അക്കാലത്ത് നിലനിന്നിരുന്ന ഊഴിയംവേല എന്ന സൗജന്യ സേവനത്തിനെതിരെ വേലയ്ക്ക് കൂലി എന്ന ആധുനികമായ അവകാശവാദം ഉയർത്തിയ ദൈവസഹായം എന്ന ധീരപുരുഷന്റെ ചരിത്രം കൂടെ ഒന്ന് പഠിക്കണം. സൗജന്യ സേവനത്തിനെതിരെ എന്നുവെച്ചാൽ ഊഴിയംവേലയില്ലേ, അതിനെതിരെ ദൈവസഹായം എന്ന ഒരു ധീരപുരുഷൻ ശബ്ദം ഉയർത്തി. കേവലം വിശപ്പടക്കാനുള്ള ധാന്യത്തിനപ്പുറം മനുഷ്യ അന്തസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള വസ്ത്രം വാങ്ങാൻ നാണയം അല്ലെങ്കിൽ ചക്രം കൂലിയായിട്ട് ആവശ്യപ്പെട്ടതാണ് അധികാരികളെ ചൊടിപ്പിച്ചത്. അധികാരികളെ ചൊടിപ്പിച്ചു എന്തുവാ? ആ പഴയ ഊഴിയംവേല പരിപാടിയൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ടേ പണിയെടുത്തതിന് കാശ് തരാൻ പറഞ്ഞു. കാശ്, ചക്രം, നാണയം തരാൻ പറഞ്ഞു. അതങ്ങോട്ട് അവരെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പിച്ചു. വേറെ ഒന്നും, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ആത്മഗൗരവത്തിനുമായി നിലകണ്ട ഒരു ജനതയുടെ വീരചരിത്രത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാല് മിഷണറിമാരുടെ സംഭാവന അവിടെയുണ്ട്. ഇപ്പൊ പണിയെടുത്തിട്ട് കൂലി മേടിക്കുന്നുണ്ടല്ലോ അല്ലേ ചേച്ചിയൊക്കെ മേടിക്കുന്നുണ്ടോ? ആർക്കറിയാം, ഉണ്ടായിരിക്കും, ഉണ്ടാകാതിരിക്കൂല. ഉണ്ടെങ്കിൽ അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്നത് മിഷണറിയാ. തെക്കൻ തിരുവിതാംകൂറില് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? കേട്ടോ. തെക്കൻ തിരുവിതാംകൂറിലെ ദൈവസഹായം എന്ന വ്യക്തി വേലയ്ക്ക് കൂലി എന്ന നവീന ആശയത്തിന് പ്രചാരം നൽകി. പൂന്തോട്ടത്തിൽ ജോലി നോക്കിയിരുന്ന 5 ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ഞങ്ങൾക്ക് കൂലി ധാന്യമായി വേണ്ട, നാണയമായി കിട്ടണം. ഞങ്ങൾക്ക് വേണ്ടത് കഞ്ഞിയും അരിയുമല്ല, മഹാരാജാവിന്റെ ചക്രമാണ്. ചക്രം കൊടുത്താലേ ഞങ്ങളുടെ അമ്മ പെങ്ങന്മാർക്കും ഭാര്യമാർക്കും മാറുമറക്കാനുള്ള തുണി വാങ്ങാൻ സാധിക്കും. അതിനാൽ വേല ചെയ്തതിന്റെ കൂലി നാണയമായി കിട്ടിയേ മതിയാവും. ഈ ആവശ്യം ഉന്നയിച്ച ദൈവസഹായത്തെയും മറ്റ് 5 പേരെയും കൊട്ടാരം പോലീസും നായർ പട്ടാളവും വളഞ്ഞു പിടിച്ച് മരത്തോട് ചേർത്ത് കെട്ടി തല്ലിച്ചതച്ച ശേഷം ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ദൈവസഹായത്തിന്റെയും മറ്റ് 5 പേരുടെ മരണം വ്യർത്ഥമായിട്ടില്ല കേട്ടോ, ശരിയല്ലേ? ദൈവസഹായത്തിന് മറ്റ് 5 പേരും മരിച്ച ആ മരണം ഉണ്ടല്ലോ ഒരിക്കലും വ്യർത്ഥമായിട്ടില്ല. കാരണം ഇന്ന് കേരളക്കരയിൽ, ഇന്ന് തിരുവിതാംകൂറിൽ തന്നെ
പണിയെടുത്തിട്ട് കൂലി മേടിക്കുന്നുണ്ടെങ്കിൽ അത് അവര് തുടങ്ങി വെച്ചതല്ലേ. ഒഴിയവേല എന്ന് പറയുന്നതിനെ എടുത്ത് ദൂരെ കളഞ്ഞില്ലേ. അത് ഇവർ ഈ ചെയ്ത ഈ സംഭവം ഉണ്ടല്ലോ, ഈ മരണം വ്യർത്ഥമായില്ല എന്ന് പറയാനുള്ള കാരണം അത് വരുവാനിരിക്കുന്ന വലിയ സാമൂഹിക മാറ്റങ്ങൾക്കും സമരങ്ങൾക്കും ഒരു അഗ്നി പകർന്നു കൊടുത്തതാണിത്. അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന് വില ചോദിച്ച ആദ്യത്തെ ധീരന്മാരിൽ ഒരാളായി ദൈവസഹായം ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തും. മിഷണന്മാരെ കുറ്റം പറയുന്ന ചേച്ചിയുടെ ഒക്കെ പേരുകൾ ഇപ്പം എൻ ഗോപാലകൃഷ്ണനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ ആരും ഓർക്കില്ല. പക്ഷെ ഞങ്ങൾ ഈ ചരിത്ര സത്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ, കൂലി മേടിക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കൂലി അവരുടെ ഇപ്പൊ ബാങ്കിലേക്കൊക്കെയാണല്ലോ വരുന്നത്, കൂലി വരുമ്പോൾ ഒരു കാര്യം ഓർത്തോ, ദൈവസഹായത്തിനെ പോലുള്ളവര് അന്ന് ധീരമായിട്ട് സംസാരിച്ച് മരണം വരിച്ചത് കൊണ്ടാണ് ഈ ഒരു സംഭവം. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ അവകാശത്തിനും പിന്നില് ഇത്തരം വലിയ ബലിദാനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. മനസ്സിലായോ? അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ വിജയം എപ്പോഴും ആയുധബലമുള്ളവർക്ക് മാത്രമായിരുന്നില്ല, മറിച്ച് അരുമനായകന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശ്വാസ സ്വാതന്ത്ര്യത്തിനും വ്യക്തിപരമായിട്ടുള്ള അന്തസ്സിനും വേണ്ടി നിലകൊണ്ട ഒരു സാധാരണക്കാരൻ അധികാരത്തിന്റെ ധാർഷ്ട്യത്തെ നിയമപരമായി എങ്ങനെ നേരിട്ടു എന്നതിന്റെ ഉജ്ജ്വലമായിട്ടുള്ള പല ഉദാഹരണങ്ങളും ഇവിടെ ചരിത്രമായിട്ട് കിടപ്പുണ്ട്. മിഷണറിമാരുടെ പിന്തുണയോടെ സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായ തുടങ്ങിയ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കം പലതായിരുന്നു. അടിമത്തത്തിന്റെ ചങ്ങലകളെ നിയമത്തിന്റെ കരുത്തുകൊണ്ട് പൊട്ടിച്ചെറിയാൻ ശ്രമിച്ച വലിയൊരു ജനതയുടെ അതിജീവനത്തിന്റെ പല ചരിത്രങ്ങളും ഈ ഭാരതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മിഷണറിമാരെ എതിർക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോണം. അവർ ചെയ്തിട്ടുള്ള സംഭാവനകൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കരുതേ, കേട്ടോ. അപ്പൊ അതെന്തായിരുന്നെന്നറിയോ? എന്ന് കേട്ടോ. ക്രിസ്ത്യാനികളായി തീർന്ന അവഗത്തിന് ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനയ്ക്ക് പോകുവാൻ സമ്മതിക്കാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത് പതിവായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിൽ അരുമനായികം എന്ന ക്രിസ്ത്യാനി ഞായറാഴ്ച പള്ളിയിൽ ആരാധനയ്ക്ക് പോകേണ്ടതിനാൽ ഊഴിയം വേലയ്ക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ക്ഷുഭിതരായ ഭൂജന്മിമാർ അരുമനായകത്തെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. മർദ്ദനമേറ്റ അരുമനായകം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ മിഷണറിയെ സമീപിക്കുകയും മിഷണറിയുടെ പ്രേരണയും നിർദ്ദേശവും അനുസരിച്ച് തഹസീൽദാരെ സമീപിച്ച് പരാതിപ്പെടുകയും ചെയ്തു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ തഹസീൽദാർ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ജന്മിമാർക്ക് 5 രൂപ വീതം പിഴ വിധിക്കുകയും ചെയ്തു. അരുമനായകത്തിന് വിദഗ്ധ ചികിത്സ നൽകാൻ ഉത്തരവിട്ടു. ചേച്ചി ഈ അരുമനായകത്തിന് ലഭിച്ച ഈ നീതി ഉണ്ടല്ലോ, വരാനിരിക്കുന്ന വലിയ വിപ്ലവങ്ങൾക്ക് മരുന്നിട്ട ഒരു സംഭവമാണ്. നിങ്ങളിപ്പോ ഇരുന്നുകൊണ്ട് ഈ മരുന്നിടുന്നുണ്ടല്ലോ, അതിങ്ങനെ കത്തൂല ചേച്ചി. പക്ഷെ നിങ്ങളിട്ട മരുന്നിന് ഞങ്ങൾ മറുമരുന്ന് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്തരം വീഡിയോ. അധികാരവർഗത്തിന് പിഴ വിധിക്കപ്പെട്ടതും ഇരയ്ക്ക് ചികിത്സ ലഭ്യമാക്കിയതും കേവലം ഒരു വിധിയല്ല, അത് മനസ്സിലാക്കണം. മറിച്ച് മാറ്റത്തിന്റെ ഒരു ഇടിമുഴക്കമായിരുന്നു. ചിലപ്പോൾ വെള്ളിടി വെട്ടുക എന്നൊക്കെ പറയുന്നില്ലേ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചരിത്രം പുറത്തേക്ക് വരുമ്പോഴത്തേക്കും മനുഷ്യാന്തസ്സിനോടുള്ള പോരാട്ടത്തില് നിയമം എങ്ങനെ ആയുധമായി മാറുന്നുവെന്ന് ഈ ചരിത്ര സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സംഭവം മനസ്സിലായോ? ഇത് മിഷണറിയുടെ പ്രേരണയും നിർദ്ദേശവും അനുസരിച്ചാണ് തഹസീൽദാരെ സമീപിച്ചത്. അപ്പൊ ആരാണ് ഈ ഊഴിയം വേലയ്ക്ക് ഒരു അറുതി വരുത്തിയത്? ചേച്ചി ഇപ്പോഴും നിങ്ങൾ ഊഴിയവേലയ്ക്കകത്ത് കിടക്കുകയാണ്. ഊഴിയവേലയിൽ നിന്നും പുറത്തു വരണമെന്നുണ്ടെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായി യേശുക്രിസ്തുവിനെ സമീപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു ചരിത്രം ഇവർക്കൂടെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ മിഷണറിമാരെ സമീപിച്ച് അവർ ഊഴിയം വേലയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഏറ്റവും വലിയത് മിഷണറിമാരെ സമീപിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി സകലത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ജീവനുള്ള രക്ഷകനായ ക്രിസ്തുവിനെ.
മനസ്സിലായ ചേച്ചി? അതുകൊണ്ട് ചേച്ചിയോടും എന്നെ കേട്ടവരോടും ഏത് മുസ്ലിമിനോടും ഏത് സനാതനികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന, ഇനിയും വരുന്ന, നമ്മളെ ചേർക്കുവാൻ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. വേറൊന്നുമല്ല, ഏറ്റവും സർവവും എല്ലാം കൊണ്ടും സന്തോഷകരവും എല്ലാം കൊണ്ടും നല്ലൊരു മനസ്സിന് ഒരു സന്തോഷം ലഭിക്കുന്ന കാര്യം ക്രിസ്തുവിനോട് സമീപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിലുമില്ല. മരിച്ച് ഇത്രയും വർഷമായിട്ട് സമാധാനം കൊടുക്കണേന്ന് ചില ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. എന്ത് കാര്യം? ഞങ്ങളുടെ മുമ്പിൽ സമാധാനത്തിന്റെ നായകൻ ശാലേം രാജാവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ രാജാവിലേക്ക്, രാജാതി രാജാവിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ചേച്ചിയെ ക്ഷണിക്കുന്നു, എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. കാരണം ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശുക്രിസ്തു എന്ന നിസ്തുല്യ നാമം മാത്രമേ ഉള്ളൂ. ആ നാമം ധരിക്കുവാൻ, ആ നാമത്തിന് കീഴിൽ നമുക്ക് വസിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ മക്കളായി ജീവിപ്പാൻ, ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കും.